ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ആകെ സങ്കടത്തോടു കൂടിയിട്ട് നമ്മുടെ സൂര്യനാരായണൻ ആ തീരുമാനം എടുക്കുകയാണ്. ആധാരം റദ്ദിയേക്കുക, തൻ്റെ ഭാര്യ ഡിവോഴ്സ് എന്ന് വരെ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും സക്കീർ ഹുസൈൻ എന്ന വക്കീൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടോ ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഇത് അഭിയുടെ തോൽവിയായി പോകും, സൂര്യനാരായണൻ്റെ തോൽവിയായി പോകും എന്നൊക്കെ വക്കീൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വേറെ നിർവാഹമില്ല, എൻ്റെ മോൻ ജയിക്കുക തന്നെ ചെയ്യും, എൻ്റെ മോൻ എവിടെയും തലയുയർത്തിപ്പിടിച്ചേ നിൽക്കുകയുള്ളൂ, അതെനിക്കറിയാം. ഞാനിപ്പോൾ തോൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മകൻ എന്നെ വിജയിപ്പിക്കും എന്നൊക്കെ സൂര്യനാരായണൻ ഉറച്ച വിശ്വാസത്തോടു കൂടി സക്കീർ ഹുസൈനോട് പറയുക ആധാരം വൃദ്ധി ശരേന്ന്. പോകുന്നതിന് മുമ്പ് വക്കീൽ അഭിയോട് പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വക്കീലും പോവുകയാണ്. അഭി നേരെ നോക്കിയത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജാനകിയാണ്. ജാനകിയും കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് അഭിയെ നോക്കുന്നത്. കാരണം എല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് ഇതെവിടെ ചെന്ന് അവസാനിക്കാനാണ് എന്നൊരു രീതിയിലാണ് ജാനകി ഇങ്ങനെ നോക്കുന്നത്. അങ്ങനെ ജാനകി അങ്ങ് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപർണയാണ്. അപർണ വിശ്വനാഥനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആധാരം റദ്ദ് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സൂര്യനാരായണൻ തോറ്റു അല്ലേ, തോറ്റു തൊപ്പിയിട്ടു സൂര്യനാരായണൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് വിശ്വനാഥനും. പിന്നെ ഇപ്പം അജയ് ആണ് അവിടെ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അജയ്ക്ക് അത് വിൽക്കണം, ആ ഒരു ഷെയർ, വിറ്റ് ഷെയർ ഓരോരുത്തർക്ക് എടുക്കണം എന്നിങ്ങനെ പറയാം. അജയ് എന്തൊക്കെയോ ഒരു പ്രശ്നത്തിന് പിന്നാലെയാണ്, ഞാനത് അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവളുടെ അമ്മ ചോദിച്ചു, വിശ്വനാഥൻ്റെ ഭാര്യ ചോദിച്ചു, അല്ല നിനക്കിത് എന്തിൻ്റെ എനക്കേടാ, നീ എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നത്? അപ്പം അമ്മ വിചാരിക്കുന്ന ഒരർത്ഥമൊന്നും അതിനില്ല, ഞാൻ വിചാരിച്ച പോലെ ഒരാളല്ല അജയ്. എന്തായാലും ഇപ്പം എനിക്ക് അജയുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അജയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അജയ് എന്തോ ഒരു ട്രാപ്പിൽ പെട്ടത് തന്നെയാണ് അത്രയും പൈസയുടെ ആവശ്യം. എന്തായാലും അയാളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല, അയാളെ തകർക്കാനായിട്ട് അജയ് വെച്ച് തന്നെ നമുക്ക് കരുക്കൾ നീക്കാൻ സാധിക്കും. അഭിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അജയ് ആണ് ഇപ്പോൾ ശത്രുസ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അജയ്ക്കാണ് ശത്രുതയുള്ളത്, അഭിക്കല്ല, അജയ്ക്കാണ് ശത്രുത ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മുടെ മൂന്നാറിൽ നടന്ന സംഭവങ്ങളും കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ കേസും രാഘവനാണ് വിളിക്കുന്നുണ്ട് എന്നും രാഘവൻ്റെ മകളെ എങ്ങനെയും തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ലച്ചു എന്ന് പറഞ്ഞ പെണ്ണിനെ തിരിച്ചു കൊടുക്കണം. അവനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ഒറ്റിക്കൊടുത്തത് അഭി, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചെന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ആ അന്നത്തെ ദിവസം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മ ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ടല്ലോ. അപ്പം നമ്മുടെ ജാനകി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞായിരുന്നല്ലോ, നിൻ്റെ അമ്മയാണെല്ലാം പറഞ്ഞു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൻ്റെ അമ്മ മകളെ ഓർത്ത് കരയുകയാണെന്നൊക്കെ ജാനകി പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛനിങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾക്കത് അച്ഛനോട് മിണ്ടാതിരിക്കാനും പറയാൻ പറ്റുന്നില്ല, അമ്മയോട് അത് തുറന്ന് ചോദിക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അമ്മയാണിത് പറഞ്ഞതെന്ന് അച്ഛനോട് പറയാനും പറ്റത്തില്ല. എന്തായാലും ഒരു ഷെയറും ആർക്കും വിൽക്കേണ്ട കാര്യമില്ല, ആ എസ്റ്റേറ്റ് വിൽക്കേണ്ട കാര്യമേ ഇല്ല. അവസാനം എല്ലാം എൻ്റെ മോളുടെ കയ്യിലേക്ക് എത്തണം, ആ രീതിക്ക് വേണം നമ്മൾ കരുക്കൾ നീക്കാനായിട്ട്. അപ്പോൾ അമലിൻ്റെ ഒരു സപ്പോർട്ട് പോലും എനിക്കില്ല. അമൽ ഇപ്പോഴും അവൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ്, അഭിയുടെ കീഴിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആ പെങ്കൊച്ചിനെ അവർ വിൽക്കാൻ നോക്കുകയല്ലേ എന്ന് ഈ അപർണയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു, എന്തായാലും എനിക്ക് രാഘവനെ ചതിക്കാനാവില്ല, അതെനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റില്ല, ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും മോള് പുറത്തിറക്കണം. അങ്ങനെ പുറത്തിറക്കാൻ പറ്റത്തില്ല അച്ഛാ, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി എപ്പോഴേ അവളെ പുറത്ത് ചാടിച്ചേനെ, അവളെ സംരക്ഷിക്കുന്നത് ജാനകിയാണ്, അതിന് വലിയ ഐഡിയ ഉണ്ട് മോളെ, എന്നാ ഐഡിയ ഒന്ന് പറ അച്ഛാ. അതെ, നീ ഭക്ഷണം കഴിച്ചിട്ട് വാ, അച്ഛൻ നിന്നെ തിരിച്ചു കൊണ്ടുവിടാം, എല്ലാം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് വിശ്വനാഥൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞ് മോൾക്ക് ഫുഡ് തരാമെന്നും പറഞ്ഞ് അമ്മ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ ഒന്ന് നിന്നേ. എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയാണോ മൂന്നാറിൽ വെച്ചിട്ടുണ്ടായ ആ വിവരമൊക്കെ ജാനകി അഭിയൊക്കെ അറിയിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവസാനം നീ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്ന് പറയാം, ഞാൻ തന്നെയാണ്, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ നിന്നെ ഞാൻ ജയിലിൽ വന്ന് കാണേണ്ടി വന്നേനെ. കുഞ്ഞിനെ രാവിലെ വിട്ടുകൊടുക്കാമെന്ന് രാഘവൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അയാളുടെ മോളെയും കൊണ്ട് പോയേനെ. അതിനെന്ത് നേട്ടമാണ് നിനക്കുള്ളത്? പൊന്നുവിനെ തട്ടിക്കൊണ്ട് പോയത് രാഘവനല്ല, അത് നിനക്കറിയാവോ? മറ്റൊരാളാണ്. നിൻ്റെ അച്ഛൻ ചെയ്യുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരും, നിൻ്റെ അച്ഛൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നീയാണ്. സമാധാനത്തോടെ ജീവിക്കുമോളെ, സമാധാനത്തോടെ ജീവിക്ക്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, പക വീട്ടിൽ ജയിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ സമയത്ത് സന്തോഷത്തിന് മുന്നിൽ കീഴടങ്ങി ജീവിച്ച് കിട്ടിയ സന്തോഷം ഒന്നും അല്ല അമ്മേ, അത് അമ്മ മനസ്സിലാക്കിയ നല്ലത്. അവളുടെ ഉദ്ദേശം ഇതാണ്, പക വീട്ടുക, അന്നേരം കിട്ടുന്ന സന്തോഷം. അപ്പോൾ അവൾ സൈക്കോയാ, പക്ക സൈക്കോ.
പിന്നെ കാണിക്കുന്നത് ഒരു പുഴയോരത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ലച്ചു. ലച്ചു ഒറ്റയ്ക്കാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ദാ അരികിലേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. ആരാന്നറിയണ്ടേ? നമ്മുടെ അമല തന്നെ. അമല ഐസ്ക്രീമും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇതെന്താ അമലേട്ടാ? അമലേട്ടൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഈ ഐസ്ക്രീം തരാനോ എന്ന് ചോദിച്ചപ്പോൾ നീ മര്യാദയ്ക്ക് നിങ്ങോട്ട് കഴിച്ചേ അങ്ങോട്ട്. ഞാനങ്ങ് വന്നോളില്ലായിരുന്നോ? എന്തിനാ എന്നെ കൂട്ടാനായിട്ട് വന്നത് എന്ന് ഇവളിങ്ങനെ ചോദിക്കുക. പഠിക്കാൻ പോകുന്ന കുട്ടിയല്ലേ, ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് വിചാരിച്ചപ്പോൾ ജൊല്ല് ജാട. അപ്പോൾ പൊന്നൂന് മേടിക്കണം കേട്ടോ. പിന്നെ നീ പറഞ്ഞിട്ട് വേണം പൊന്നൂന് മേടിക്കാൻ. അപ്പം അവിടെ ഒരു ഫാമിലി പാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അമലേട്ടൻ വരുന്നത് ഞാൻ കരുതിയില്ല. ഓഫീസിലൊരു പണിയില്ലാതിരിക്കുന്ന ഞാൻ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് ഓടിയതാണോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ വായി നോക്കാം അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, സത്യത്തിൽ ഞാൻ പേടിച്ചാ പുറത്ത് വന്നത്. അമലേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. നിൻ്റെ റാസ്കൽ തന്തയും കൂട്ടരും വന്നിട്ട് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആ ഒരു ശ്രമമൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും ജാനിയടുത്ത് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ലാസ്സിന് വന്നത്. എൻ്റെ അച്ഛൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പം നീ വിഷമിക്കല്ലേ, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ വിഷമങ്ങൾ ആർക്കാ ഇല്ലാത്തത്? എൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഒരു രാഘവൻ മാത്രമല്ലേ ഉള്ളൂ. അളകാപുരിയിൽ അപർണ കയറി വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അജയേട്ടനുമായിട്ടുള്ള വിവാഹം മുടങ്ങിയതാണോ അപർണയിടത്തേക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം? അത് തന്നെയാണ് പ്രധാന കാരണം. ജാനിയടത്തിയോടാണ് ആ ദേഷ്യമൊക്കെ തീർക്കുന്നത്. ഏട്ടനെ പോലും അവൾ ബലിയാടാക്കുക ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ സ്നേഹത്തോടെ ഒരു വാക്കുപോലും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അജയേട്ടന് നിരഞ്ജനയിടത്തെ അങ്ങനെയല്ലല്ലോ. ഞാനൊരു പകരക്കാരനായി വന്നേ ഉള്ളൂ. വിവാഹത്തിന് മുമ്പ് അപർണ ഏറ്റവും വെറുത്തത് എന്നെയായിരുന്നു. അതെ, ഞാനുള്ള വീട്ടിലേക്ക് എങ്ങനെ വരുമെന്ന് അജയേട്ടനോട് ചോദിച്ച ആളാ എന്നിട്ടാ എൻ്റെ ഭാര്യയായിട്ട്. പിന്നെ സത്യത്തിൽ ഞാനൊരു പരമബോറനായിരുന്നു. എല്ലാവരുടെ കാര്യത്തിലും ഇടിച്ചു കയറി ഇടപെടും. അപർണയുടെ കോമാളി വിളി കേട്ടാ എനിക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നത്. അമലേട്ടനെ അപർണയെടുത്ത് തിരിച്ചറിയുന്നൊരു കാലം വരും. പിന്നെ അത്ര മണ്ടനൊന്നും അല്ല ഞാൻ. ഈ ജന്മം അപർണ നന്നാവത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു ഉത്കണ്ഠയുമില്ല. ആകെയുള്ള വേദന അഭിയേട്ടനെ ഓർത്തും മാത്രമാണ്. അഭിയേട്ടൻ്റെ അമ്മ മറ്റൊരാളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അഭിയേട്ടൻ ഞങ്ങൾക്ക് തന്ന സ്നേഹം എത്ര ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. അച്ഛൻ സ്വത്തെഴുതി വെച്ചതിനെ ശ്വാസം മുട്ടി പെടയുക ആ പാവം. അഭിയേട്ടനും ജാനിയടുത്തും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അല്ല, നിൻ്റെ സങ്കടമൊക്കെ തീർന്നല്ലോ. നീ ഞങ്ങളുടെയൊക്കെ ഭാഗമല്ലേ. പിന്നെന്താ, എൻട്രൻസ് എന്ന കടമ്പ കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മുന്നിലുള്ളത് വലിയൊരു ലോകമാണ്, വലിയ ലോകം. ഇതിനിടയിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നിന്നെ അഭിയേട്ടനും ഞാനും അവിടെ എത്തിച്ചിരിക്കും. എന്തായാലും ലച്ചു വണ്ടി കയറ്, ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് പൊന്നൂന് ഐസ്ക്രീം മേടിക്കാനായിട്ട് പൊന്നങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അളകാപുരിയാണ്. രാത്രിയിൽ പ്രഭാവതി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കെട്ടിയോ വന്നിട്ട് പറഞ്ഞു, ഈ പ്രായത്തിൽ നീ ഡിവോഴ്സിനൊന്നും പോണ്ട, നിൻ്റെ ആവശ്യം അംഗീകരിച്ച് തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോഴേക്കും പ്രഭാവതി ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണോ, ഞാൻ ഡിവോഴ്സിന് പോകും എന്ന് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ? നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൽ എത്ര കണ്ട ആത്മാർത്ഥതയുണ്ടെന്ന് എനിക്കറിയണമല്ലോ. അപ്പോൾ എൻ്റെ തീരുമാനം ശരിയെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നീ കണ്ടതാണ്, ആട്ടി അകറ്റിയപ്പോൾ ഒരു ദിവസം അഭിയും ജാനകിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തയ്യാറായത് അല്ലേ? എനിക്കറിയാമായിരുന്നു അഭി നിൻ്റെ മകനല്ല എന്നറിഞ്ഞാൽ നിൻ്റെ മക്കളെല്ലാവരും അവനെതിരെ തിരിയുമെന്ന്. അവന് വേണ്ടി ഞാനൊരു കരുതൽ ചെയ്തൂന്നേ ഉള്ളൂ. നിന്നോട് ഞാനത് പറയാത്തത് ഒരപരാധമായെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചാൽ പോരെ? നിന്നോടല്ലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. എല്ലാ പിടിവള്ളികളും നഷ്ടപ്പെട്ടപ്പോഴല്ലേ നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ? പെണ്ണ് സഹിക്കാനും പൊറുക്കാനും വിധിക്കപ്പെട്ടവല. നിങ്ങൾക്കൊക്കെ എന്തുവാകാം. ചെളി ചവിട്ടാനും വെള്ളം കണ്ട കാല് കഴുകാനും ശീലിച്ചു പോയവരാ പുരുഷന്മാർ. ഒരു നാൾ പെണ്ണിൻ്റെ മുമ്പിൽ യാചനയുമായിട്ട് നിൽക്കേണ്ടി വരുമെന്ന് ചതിക്കുമ്പോൾ ഓർക്കാറില്ല. അങ്ങനൊരു സാഹചര്യം വന്നാലും ഇങ്ങനെ ക്ഷമ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്നോട് ചെയ്തത് എന്താണ് എന്ന്. എൻ്റെ കഴുത്തിൽ താലി കെട്ടി നിങ്ങൾ ഹൈ റേഞ്ചിലേക്കല്ലേ കൊണ്ടുപോയത്? ആ ദിവസം ആദ്യരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ കൈക്കുഞ്ഞിനെയാണ് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ എന്തും മറച്ചാലും അതെന്നോട് ചെയ്ത കൊടും ചതി തന്നെയല്ലേ? അത്രമാത്രം ഞാൻ നിങ്ങളെ വിശ്വസിച്ചതായിരുന്നില്ലേ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുക. നിങ്ങളുടെ മകൻ എൻ്റേതാണെന്ന് ഞാൻ ലോകത്തിന് വരുത്തി കാണിക്കാൻ 2 വർഷം ഞാൻ അമ്മയാവാതെ ജീവിച്ചു. നിങ്ങൾക്കതൊക്കെ വെറും തമാശയായിരിക്കാം. എനിക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങളുടെ വിശ്വാസം മാത്രമായിരുന്നു. ഇന്ന് ഞാൻ അറിയുന്നത് ഇക്കാലം അത്രയും നിങ്ങളുടെ മനസ്സിൽ അഭിയുടെ അമ്മ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്.
പ്രഭേ, നീ അതുമാത്രം പറയരുത്. എന്നും നീ എൻ്റെ ശക്തിയായിരുന്നു, എൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു നീ. പിന്നെ ആത്മാവിൻ്റെ ഭാഗം. ലജ്ജ എന്ന വികാരം നിങ്ങൾക്ക് ഇപ്പോഴും തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ചതിക്കപ്പെടുന്നത് എന്നും സ്ത്രീയാണ്. സ്ത്രീ വീടിൻ്റെ വരുന്നവളുടെ വരുന്നവൻ്റെ മനസ്സറിയാൻ അവൾക്ക് കഴിയില്ല. അപ്പോഴേക്ക് നീ എന്നെ വെറുത്തോ, പക്ഷേ അഭി നിന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ നിനക്ക് അവനെ അകറ്റി നിർത്താൻ പറ്റില്ല. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇനി എല്ലാം നിൻ്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങ് നമ്മുടെ സൂര്യനാരായണൻ അങ്ങ് പോവാണ്. എന്തായാലും നമ്മുടെ വിശ്വനാഥൻ തമ്പി വക്കീലിനെ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അജയ് വിളിച്ചായിരുന്നോ? ഇല്ല, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്താ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ വല്ല നീക്കമുണ്ടോ? സൂര്യപ്രഭാവതിയുടെയും മക്കളുടെയും മുമ്പിൽ മടക്കി ആധാരം റദ്ദിപ്പിക്കാമെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു, അല്ലാതെ എന്ത് ചെയ്യാൻ. വലിയൊരു ടെൻഷൻ ഒഴിവാക്കിട്ടെ. ഒരു മോനും ഭാര്യയും മാത്രം അനുഭവിക്കട്ടെ എന്ന് സൂര്യക്ക് കിട്ടിയ അടിയായി ഇത്. എന്തായാലും 100 കോടിക്ക് മേലെ വിലയുള്ള എസ്റ്റേറ്റാണ്. എൻ്റെ മോളുടെ മിടുക്കുകൊണ്ട് ബാക്കിയുള്ള മക്കൾക്ക് കൂടി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് എന്ന് വിശ്വനാഥൻ ഇങ്ങനെ പറയാം കേട്ടോ. ആ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയും ഷെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇവൻ്റെ ഈ പറച്ചിലും. ഷെയറില്ല, മൊത്തത്തോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മകൾക്ക് ഭർത്താവിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ പിന്തുണയാണ്. അപർണ നടത്തിയ ഒറ്റയാൽ പോരാട്ടം. നിങ്ങളൊക്കെ അവൾക്ക് എന്ത് വില കൊടുത്താലും അതൊന്നും അധികമാവില്ല. വക്കീലിൻ്റെ മരുമകൻ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനൊരു ഇടപാട് നടന്ന കാര്യം അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അതൊരു ഉടനെ പിൻവലിക്കുമല്ലോ അല്ലേ? നാളെ തന്നെ. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അളകാപുരിയിൽ വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിരുന്നു. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. എസ്റ്റേറ്റ് വാങ്ങാൻ പാർട്ടി ഉണ്ടെങ്കിൽ അവരെ വിവരം അറിയിച്ചേരെ, അതങ്ങോട്ട് വിറ്റേരെ. സൂര്യനാരായണന് എന്തായാലും ഇനി അതവിടെ കിടക്കാൻ അനുവദിക്കരുത്. അത് വിൽക്കണം. അയ്യോ, ഇപ്പം വിൽക്കണപ്പനയ്ക്ക് നിന്നാൽ ഒഴുകിപ്പോകുന്നത് പിടിക്കാനെന്ന രീതിയിൽ വാങ്ങാൻ ആളുണ്ടാകും. അത് സൂര്യയുടെ പേരിൽ തന്നെ കിടക്കട്ടെ. അതെ, എനിക്കും അജയ്ക്കും അതിനോട് ഒരു യോജിപ്പുമില്ല കേട്ടോ തമ്പി. അജയ് സൂര്യയുടെയും പ്രഭാവതിയുടെയും മൂത്ത മകനാണെന്ന കാര്യം തമ്പി മറക്കരുത്. അല്ല, ആ മകൻ വിചാരിച്ച് കാട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിധികുംഭം വല്ലതും കണ്ടുപിടിക്കാൻ പറ്റിയോ എന്ന് വിശ്വനാഥൻ ചോദിക്കുക. എസ്റ്റേറ്റിൻ്റെ വിൽപ്പന തൽക്കാലത്തേക്ക് വക്കീലങ്ങ് വിട്ടേരെ. മൂന്നാറിലെ പ്രോപ്പർട്ടി അല്ലേ, കിടക്കും തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെ വിലയും കൂടും. വക്കീൽ കണ്ടോ? എന്നാൽ ശരി എന്നും പറഞ്ഞ് കോഡ് കട്ട് ചെയ്തു. എന്തായാലും വിശ്വനാഥൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഉണ്ണിത്താൻ ഗുമസ്തനോട് സംസാരിക്കും. അപ്പം ഗുമസ്തനുമായിട്ട് ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഗുമസ്തൻ പറഞ്ഞിരുന്നു വിശ്വനാഥൻ തമ്പി അത് വിൽക്കാൻ സമ്മതിക്കില്ല എന്ന്. നീ പറഞ്ഞതാടാ ശരി എന്ന് ഈ ഉണ്ണിത്താൻ ഇങ്ങനെ പറയുകയാണ് ആ ഗുമസ്തനോട്. ഒക്കെ ഗുമസ്തൻ ചോദിച്ചപ്പോൾ അതിന് തടയിട്ടല്ലേ? തടയിട്ടു. ആധാരം റദ്ദിയിക്കാൻ പോവാ. ഷെയർ വീതം വെക്കാമെന്ന് സമ്മതിച്ച തമ്പി ആ ഒരു തീരുമാനം മാറ്റി. അതെന്താ ചുവടുമാറ്റത്തിൻ്റെ അർത്ഥം? അതൊന്നിച്ച് വിഴുങ്ങാൻ തന്നെ. തമ്പി ആരെയും സഹായിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം സാറിനെ പിടിച്ചതേ മറ്റൊരു ലക്ഷ്യം വെച്ചാ. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ സാറ് ചെവിക്കൊണ്ടില്ലല്ലോ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അതെ, കാര്യം കഴിയുമ്പോൾ തമ്പി അതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ സൂര്യക്ക് വേറെ മക്കളുള്ളപ്പോൾ എങ്ങനെ ഒരു മകൻ മാത്രം അത് കൈയെടുക്കും? അതെ, സൂര്യൻ സാറിന് അത് എല്ലാം ഒരാൾക്ക് എഴുതി വെക്കാമെങ്കിൽ ഇനിയും അത് സംഭവിച്ചുകൂടെ? തമ്പി മോളും ആരെ തകർത്തിട്ടാണെങ്കിലും അത് കൈക്കലാക്കും. സാർ എന്താ കരുതിയത്? ഒന്നും കാണാതെയാണോ തമ്പിയുടെ മകളെ രഹസ്യം തേടി പോയെന്നാ? ശരിയാ, തമ്പിയെ അകറ്റി നിർത്തേണ്ടതായിരുന്നു. അതെ, ഒരു മഴയെ നമ്മൾ മറികടക്കാൻ മരത്തിനടി കയറി നിൽക്കും. മഴ കഴിഞ്ഞാൽ പേടിക്കേണ്ടതേ മരത്തെയാ, പിന്നെ മരത്തിൻ്റെ പെയ്ത്താകും. പടനിലത്ത് തമ്പിയുടെ കാര്യവും അതുതന്നെയാണ്. എന്തായാലും തനേണ്ടി വന്നാൽ പോലും തമ്പി ആശ്രയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുമസ്തൻ അങ്ങ് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊഞ്ഞാണൻ അഭിയാണ്. അഭി ഇങ്ങനെ ഇരിച്ചാണ്, കൂടെ ജാനകിയുണ്ട്. അപ്പോഴേക്കും അമല് കയറി വന്നു കേട്ടോ. ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് അഭി ഇങ്ങനെ ഇരിക്കുക. എന്തിനാണോ എന്താ ഇവനൊക്കെ ഇങ്ങനെ ഇരിക്കണത്? നല്ല 4 എണ്ണം വെച്ച് കൊടുത്തിട്ട് സ്വത്തും മേടിച്ചെടുക്കാനുള്ളതിന്, അല്ലെങ്കിൽ അവനെ അവകാശപ്പെട്ടതെങ്കിലും എടുക്കാനുള്ളതിന്. അയ്യോ, എല്ലാ അനിയന്മാർക്ക് എല്ലാ അനിയത്തിമാർക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഇവനിങ്ങനെ ഈ അവസ്ഥ വന്നത്. പാവൻ ജാനകി. അമൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ കേട്ടത് സത്യമാണോ ഏട്ടാ? എന്താ ഏട്ടാ ഈ കാണിച്ചത്? അപ്പം എന്തിനാ വെറുതെ? എനിക്ക് ആ ഭാരം വേണ്ട. ആ അസ്ത്രം എനിക്ക് ഇതിൻ്റെ നെഞ്ചിലാണ് തകർക്കുന്നത്. അപ്പോൾ ആ ഷെയറിൽ ഏട്ടത്തിക്ക് അവകാശമുള്ളതല്ലേ, പിന്നെന്തിനാണ് ഏട്ടത്തി ഇതിന് കൂട്ടി നിൽക്കുന്നത്? ഏട്ടത്തിക്ക് അച്ഛനോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
എന്താ ജാനേടത്തി എന്താ മൗനം പാലിക്കുന്നത്? അച്ഛന് ഞാൻ മരുമകൾ മാത്രമേ ആയിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിന് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട. അതായത് അഭിക്ക വേണ്ടേന്ന്. ഒരു കാലത്ത് സ്വത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരു കാലത്ത് വേർതിരിവ് എല്ലാവരും കാണിക്കും. നോക്കിക്കോ, അളകാപുരിയിൽ എല്ലാ സ്വത്തുക്കളും അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത്. നോക്കിക്കോ ഏട്ടാ, ഇത് തെറ്റായി പോയി എന്ന് അമലിങ്ങനെ പറയുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ സി യു. താങ്ക് യു.